ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുട്ടികളെ കൊണ്ട് പഴനി പോയിരുന്നു. കുട്ടികൾക്ക് മുട്ടയടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പഴനിയിലെത്തി. രാവിലെയാണ് എടുത്തത്. ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നല്ല മസാല ദോശയായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ മുട്ടയടിക്കാൻ വേണ്ടി പോയി. രണ്ടാളും നല്ല കരച്ചിലായിരുന്നു. ലച്ചുവിന് ഏകദേശം കാര്യം മനസ്സിലായി എന്തോ സംഭവിക്കാൻ പോകുന്നതാണെന്ന്. അതുകൊണ്ട് ലച്ചു ഭയങ്കര കരച്ചിലായിരുന്നു ആദ്യം മുതലേ. പാറുവിന് മനസ്സിലായില്ല എന്താ സംഭവിക്കുന്നത് ഇവിടെ. അതുകൊണ്ട് പാറു ഇങ്ങനെ എല്ലാവരും നോക്കി നിൽക്കുമായിരുന്നു. അങ്ങനെ പാറുവിൻ്റെ മുട്ടയടിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ നല്ല രീതിയിൽ നിന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ കരയാൻ തുടങ്ങി. പിന്നെ ഇപ്പുറത്തെ ലച്ചു അച്ഛൻ്റെ മടിയിൽ ഇരുന്നിട്ട് മുട്ടയടിക്കാൻ തുടങ്ങി. ലച്ചു ആദ്യമേ ഭയങ്കരമായിട്ട് കരച്ചിൽ തുടങ്ങി. അങ്ങനെ ചേച്ചി വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്തിട്ടാണ് ഒന്ന് അടക്കി ഇരുത്തിയത് രണ്ടാളും. അങ്ങനെ ഇതാ ലച്ചുവിന് കംപ്ലീറ്റ് ആയി. പാറുവിൻ്റെ ആദ്യം തുടങ്ങിയതെങ്കിലും ലച്ചുവിൻ്റെയാണ് വേഗം കഴിഞ്ഞത്. പാറു അവസാനമായപ്പോൾ നല്ല കരച്ചിലായി. കുറേ കരഞ്ഞ് വെള്ളമൊക്കെ കുറേ കുടിച്ചായിരുന്നു. അതിനുശേഷം മുട്ടയിൽ ചന്ദനമൊക്കെ പൂശി നല്ല മൊത്തത്തിൽ അങ്ങനെ പൂശിയെടുത്തു ലച്ചുവിൻ്റെയും പാറുവിൻ്റെയും. അതിനുശേഷം പിന്നെ നമ്മൾ പോയത് നേരെ പഴനി മല കയറാനായിരുന്നു. കുറേ സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഇരുന്ന് കുറച്ച് നടന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു സ്റ്റെപ്പ് കയറി കഴിഞ്ഞത്. ഇതിപ്പോൾ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷമുള്ളതാണ്. ഇറങ്ങിക്കഴിഞ്ഞു, നന്നായി തൊഴുതു, ചന്ദനമൊക്കെ തൊട്ടു. അപ്പോഴേക്കും ലച്ചുവും പാറുമൊക്കെ ഏകദേശം ഓക്കെ ആയിരുന്നു. അവരായി മുടി മുറിച്ചതിൻ്റെയൊക്കെ ഇത് മറന്നു. എല്ലാവരും ഭയങ്കര ക്ഷീണത്തിനാണ്. ഭയങ്കര വെയിലായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങി. കുറേ സാധനങ്ങൾ എൻ്റെ കുട്ടികൾക്കൊക്കെ പറ്റിയത്. പക്ഷേ നല്ല പൈസയാണ്. അങ്ങനെ നല്ല പേരൊക്കെയാണ് കേട്ടോ അവിടുത്തെ. ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് മലയിലേക്ക് ട്രെയിനിൽ വഴി പോകുന്നതാണ് കാഴ്ചയാണ്. നമ്മൾ സ്റ്റെപ്പ് വഴി നടന്നാണ് പോയത്. അതിനുശേഷം ക്ഷീണം മാറ്റാൻ വേണ്ടി നമ്മൾ കരിക്ക് കുടിച്ചു. ശേഷം നമ്മൾ തിരിച്ച് റൂമിൽ വന്നു. തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുറച്ച് സമയത്തേക്ക് ഇവരെ മുടിയൊക്കെ തപ്പി നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഹാപ്പിയായി. അതിനുശേഷം നമ്മൾ യാത്ര തിരിച്ചു. അപ്പോൾ ഇത്രയോളം ബായ്.